ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ മാത്രമല്ല, അവിയോട്ടനുണ്ട്. ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോവാം. അപ്പോൾ അത് ഞാൻ മെമ്മറീസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം സമയം 7 മണി കഴിഞ്ഞ്. നമ്മളിപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന്. ഇതാ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാം. അവിയോട്ടനൊക്കെ എന്തൊക്കെ സാധനം എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്താ മിററിൽ കാണാം ചിക്കും മമ്മി അവിടെ. അതാ അവിടെ നമ്മൾ റെഡിയായി നിൽക്കുക. നമ്മളങ്ങനെ പോവാം. ആർക്കും അറിയില്ല നമ്മൾ ബാംഗ്ലൂരിൽ പോകുന്നത്. അപ്പോൾ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് മൊത്തത്തിലൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യാം. നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങി. സമയം 7:18 ആയി. നമ്മളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. എപ്പോൾ എത്തുന്ന അറിയില്ല. 1 മണിയൊക്കെ ആവുമായിരിക്കും ചിലപ്പോൾ. ട്രാഫിക്കിൻ്റെ മേലെ ഡിപ്പെൻഡ്. അപ്പോൾ ചിക്കു തന്നെ പൊട്ടി വെച്ചതാ. ഇപ്പോൾ സന്ധ്യ സമയത്ത് ബസ്മൻ തൊട്ടതാ തന്നെ. ഏട്ടാ ഞാനിപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷമായി. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് പോണേ. പോകുന്നതൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്രാവശ്യം പോകുന്നത് സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ പോവും. കടന്നിട്ടുണ്ടാവും എല്ലാവരും. പെട്ടെന്ന് പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആവും. ആ ഒരു റിയാക്ഷനാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂർ എന്താ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ കസിൻ ചേച്ചി വന്നിട്ടുണ്ട് ഖത്തറിന്. അപ്പോൾ ചേച്ചിയും ഫാമിലിയും വന്നിട്ടുണ്ട്. അവരിങ്ങോട്ട് വരാൻ നിൽക്കുക. സാറ്റർഡേ കറങ്ങാനൊക്കെ ആയിട്ട് നമ്മുടെ കുടകിലോട്ട് വരാൻ നിൽക്കുക. എൻ്റെ ഇങ്ങോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വരാൻ നിൽക്കുക. അപ്പോൾ അവരിന്ന് മെനങ്ങാന്ന് ബാംഗ്ലൂർ എത്തിയിട്ട് അവർ ഇന്നലെയൊക്കെ ബാംഗ്ലൂർ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവർ എന്തോ ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിലെത്താൻ അവരും ലേറ്റ്. ഒരു 11 മണി ആവുമായിരിക്കും അവരെത്താൻ. അങ്ങനെ അതിപ്പോൾ ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൂട്ടിയിട്ട് ഞാൻ മറന്നു പോകുന്നു എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട് സാറ്റർഡേ. അപ്പോൾ അതിന് മുമ്പ് ഇന്ന് തേഴ്സ്ഡേ നമ്മൾ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, അബിയേട്ടന് നാളെ ഫ്രൈഡേ അവിടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അബിയേട്ടൻ്റെ MDയുടെ എസ്റ്റേറ്റിൽ എന്തോ അക്കൗണ്ട്സിൻ്റെ എന്തോ അങ്ങനത്തെ പ്രശ്നമല്ല സോറി എനിക്കറിയില്ല, പ്രശ്നമല്ല എന്തോ. അന്ന് നാളെ ഡ്യൂട്ടി അവിടെയാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകുന്നെന്ന് കേട്ടപ്പോൾ, ബാംഗ്ലൂരിൻ്റെ ബോർഡർ ആണെങ്കിലും നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും വരാമെന്നല്ല. ഏട്ടൻ പറഞ്ഞു ചിലപ്പോൾ പോകാം. പറയട്ടാ ഏട്ടൻ എന്ത് പറഞ്ഞു എൻ്റെ അടുത്ത്? ചിലപ്പം പോകാം, റെഡി ആയിട്ടിരിക്കുന്നു. പ്രതീക്ഷിച്ചിരിക്കണ്ട. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ട്യൂഷൻ പിള്ളേരുടെ അടുത്ത് വേഗം വന്ന് ട്യൂഷൻ കഴിഞ്ഞ് പോയിക്കോളാൻ പറ. ചിലപ്പോൾ ബാംഗ്ലൂർ പോവാം, പ്രതീക്ഷിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ പ്രതീക്ഷ വെച്ച് തന്നെ പോവോ ഇല്ലേ. പിന്നെ 4:30-5 മണിക്ക് മെസ്സേജ് ഇട്ട്. എനിക്ക് കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. തുണിയെല്ലാം എടുത്ത് വെക്കണം. ഒരു ചെറിയ സാധനത്തിനെ കൊണ്ട് പോകല്ലേ. അപ്പോൾ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. എന്താന്ന് പറയാന്ന്. അപ്പോൾ വീട്ടും പറഞ്ഞു ശരി പോകാം, റെഡി ആവും. ഞാൻ വരും 6:30 ആകുമ്പോഴത്തേക്ക് വരും. അപ്പോഴത്തേക്ക് റെഡി ആവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ റെഡി ആയതോ ഞാൻ നേരത്തെ റെഡിയായി. എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇവൻ ഉറങ്ങി. അങ്ങനെയൊക്കെ കുറേ പരിപാടീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന്. 7:30 ആയതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ കുശാൽ നഗർ ടൗൺ ക്രോസ് ചെയ്യുകയാണ്. സമയം 9:45 10 എന്തോ ആയി. നമ്മൾ മൈസൂർ എത്തി. നമ്മൾ നല്ല ഫേമസ് പൂജാരി ഫുഡ് ലാൻഡ്, ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത്. സോറി, പൂജാരി ഫിഷ് ലാൻഡ്. ഇവിടെ എങ്ങനെ ഉണ്ടറിയോ? ഇത് കണ്ടോ, ഇതൊരു റെസ്റ്റോറൻറ്റാണ്. ഫുള്ള് ബൗൺസായി ചെടികളും, ബൈക്ക് ക്രേസ് ഉള്ളവർക്ക് ബൈക്ക്, കാർ ക്രേസ് ഉള്ളവർക്ക് കാറ്, പിന്നെ വലിയ പശുക്കൾ. പൂജാരി ഫിഷ് ലാൻഡ് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഹോട്ടലാന്നേ പറയില്ല ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓർഡർ ചെയ്യും, നമ്മളെന്തും കഴിക്കും. കഴിക്കാം. ഓർഡർ ചെയ്ത് നോക്കട്ടെ, മെനു നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് കഴിക്കാം. ബേബി ചെയർ കിട്ടി. ചിക്കൻ അങ്ങനെ ബേബി ചെയർ കിട്ടി. അതിന് ലെമൺ കൊടുത്തു. അവൻ കുറേ നേരം ചോദിക്കുന്നു.
നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തി കേക്കില്ല ചെറുതത് അങ്ങനെ സമയം 11:20. ഇനി ബാംഗ്ലൂർക്ക് 60 കിലോമീറ്റേഴ്സ് മോർ. രാത്രി 11:10 നമ്മൾ ചിക്കുട്ടിന് ഉറങ്ങി. അല്ലെങ്കിൽ കാറിലൊക്കെ കയറിയാൽ സാധാരണ ഒരു ഹാഫ് ആൻ അവർ മാക്സിമം 1 അവർ ആകുമ്പോഴത്തേക്കൊന്ന് ഉറങ്ങുന്നതാണ്. ഇന്ന് ഇത്ര നേരം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഉറങ്ങിയിട്ടേ ഇല്ല. നമ്മളെപ്പോൾ 7:30 കയറിയതാണ്. 7:30 ഇത്ര നേരം ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ വാള് വെച്ച് കീഴടങ്ങി. ഡ്രൈവിങ് ഉറക്കമൊന്നും വരുന്നില്ല, കണ്ണ് കണ്ട് അറിയാലോ അല്ലേ. ശരി, അവിടെ എത്തിയിട്ട് കാണാം. 60 കിലോമീറ്റേഴ്സ് മോർ. നമ്മളെത്തി. ആർക്കും അറിയില്ല, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. 12 മണിക്ക് വിളിച്ചപ്പോൾ ഇപ്പോൾ കടന്നിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നല്ല ഉറക്കാവാൻ സാധ്യതയില്ല. നമുക്ക് എന്തായാലും മേലെ പോയി നോക്കാം. ഈ ഐശു വന്ന് നോക്കിയേ, എന്താ ഇത് സർപ്രൈസ്. സൗമ്യേ 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 മാമ എനിക്കറിയത്തില്ല ഇതിൽ എന്തോ സർപ്രൈസ്. ഹായ് ചേച്ചി. ചുമ്മാ ഐശു വന്ന് ഇറങ്ങാ പറഞ്ഞു ഇറങ്ങി. കയ്യും കലി പറിച്ചു പോയി നിങ്ങളെ തട്ടു. ചിക്കോ ആരത്? ചിക്കോ ആരത്? ഉറങ്ങിണ്ട ഇത്ര വരെ.